ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലൈമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പാർട്ട് 2 ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മേക്കാമിൻ്റെ ഒരു 100 രൂപയ്ക്ക് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള 3 ഡയറി മിൽക്ക്, ഇത് ഓറിയോ ആണ്. ഓറിയോയുടെ ബിസ്ക്കറ്റും ക്രീമും സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചത്, പിന്നെ 2 ജംസ് എടുത്തിട്ടുണ്ട്, പിന്നെ മൈദ. അപ്പോൾ ഓറിയോയുടെ ബിസ്ക്കറ്റ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഓറിയോ ഇട്ട് കൊടുക്കാം. ഞങ്ങളിപ്പോൾ 3 ഓറിയോ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്, 10ൻ്റെ 3 ഓറിയോസ്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഞങ്ങൾ പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇത് പൊടിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത്തെ പൊടിച്ചതാണ്. അത് നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് മാറ്റാമേ. ഇത് അത്യാവശ്യം പൊടിഞ്ഞിട്ടുണ്ട്, എന്നാലും കട്ട് ചെയ്യേണ്ടത് നമുക്ക് പാൽ ഒഴിക്കുമ്പോൾ അത് അത്യാവശ്യം അലിഞ്ഞ് പൊക്കോളും. അതുകൊണ്ട് നമ്മൾ ചെറിയ കട്ടയൊന്നും നോക്കുന്നില്ല. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇതിന് ആവശ്യത്തിലധികം മൈദ ഇടണം. ഞങ്ങൾക്ക് കൃത്യ അളവൊന്നും അറിയില്ല, ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. എക്സ്പീരിയൻസ് എന്നൊക്കെ തന്നെ പറയാം. ഇത്ര മതിയായിരിക്കും. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇടാം. നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് വെള്ളം പതിയെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഓറിയോയുടെ മിക്സ് ഉണ്ടാക്കാൻ നമ്മൾ മൈദ ഒഴിച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു. നമുക്ക് ഓറിയോ എടുക്കുമ്പോൾ പാൽ തന്നെ ഒഴിച്ചെടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ഇത് രണ്ടും മിക്സ് ചെയ്യുവാണ്, എന്നാലും നമുക്ക് കുറച്ച് പാൽ മാറ്റി വെക്കണം. ഇതൊക്കെ മെൽറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പാൽ ആവശ്യമുണ്ട്. നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ മിക്സ് ആക്കിയാൽ, നമ്മൾ കുറച്ച് മുമ്പ് മൈദ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഈ ഒരു ഇതിലാണ് മിക്സ് ആക്കി വെച്ചത്. മൈദ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓറിയോയും അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ഈ മോഡലാണ് നമുക്ക് ശരിക്കും വേണ്ടത് ബേക്ക് ചെയ്യുമ്പോൾ. ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഓറിയോയുടെ മിക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഞങ്ങൾക്കിപ്പോൾ ആവശ്യത്തിനുള്ളതായതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ആഡ് ചെയ്യാത്തത്. നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ടേസ്റ്റ് അനുസരിച്ച് നമുക്കിടാം. ഈ ഡയറി മിൽക്കിൻ്റെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളിത് നല്ലപോലെ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മെൽറ്റ് ആവാൻ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗീ ഇട്ടിട്ടുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ടേസ്റ്റിനല്ല, ഇതിനൊരു സിമ്പിളായിട്ടൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഡയറി മിൽക്ക് മെൽറ്റാക്കണം. ഇനി ഡയറി മിൽക്ക് മെൽറ്റാക്കാൻ പോവാം. ഈ പാത്രത്തിൽ ഇത്തിരി ഡയറി മിൽക്ക് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇച്ചിരി ഗീ തൂത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡയറി മിൽക്ക് ഇടാവേ. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പൊട്ടിച്ചിടാം. അതിന് ശേഷം ഇച്ചിരി പാലൊഴിച്ച് കൊടുക്കാവേ. നമുക്ക് ഡയറി മിൽക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കേക്ക് ഈസി ആയിട്ട് മോൾഡിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീ വെച്ച് എടുക്കാം. ഞങ്ങളിവിടെ എടുക്കുന്ന മൊത്തം മിൽമയുടെ ഗീ ആണ്. ഇത് ഇനി നമുക്കിതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ജംസൊക്കെ കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടാം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇത് അടിവശമാണ്. ഇത് മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഒരെണ്ണോടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതാണ് നമുക്ക് ഓവൻ ഇല്ലാതെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി തീ കത്തിച്ച് ഇനി വേവാൻ വെക്കാം. അപ്പം നമുക്ക് വെന്തിട്ട് കാണാം. ബൈ. ഇപ്പോൾ ഒരു 1-1.5-2 മണിക്കൂർ എടുത്ത് ഇത് വേകാൻ. എന്നാലും കുറച്ചൊക്കെ വേകാനുണ്ട്. അത് നമുക്ക്
ഇച്ചിരി സ്പെഷ്യൽ മോഡലാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കിനി കമത്താം. ഇനി ബാക്കി വിശേഷങ്ങൾ കമത്തിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കേക്കിൻ്റെ മോഡൽ. ഇത് റെഡി ആവാത്തത് ഞങ്ങൾ കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ പണി പറ്റിപ്പോകും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. അപ്പോൾ ക്ഷമിക്കത്. കേക്ക് മോഡലൊന്നുമില്ല, പുഡിംഗ് എന്ന് പറയാം. ഞങ്ങൾ പുഡിംഗ് എന്ന് ഉദ്ദേശിച്ചാൽ തുടങ്ങി, പിന്നെ പറഞ്ഞു വരുമ്പോൾ കേക്ക് അങ്ങനെയാണ്. പിന്നെ ഇത് അപ്പം നമ്മുടെ ഫൈനൽ ലുക്കാണിത്. വലിയ രസമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കിനി ടേസ്റ്റിംഗ് കൂടെ ചെയ്ത് ബാക്കി കണ്ടറിയാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. ഇതിപ്പോൾ എന്തിനാണ് ഇതുപോലത്തെ ഒരു കുഞ്ഞി പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു 6-7 എന്ന് പറയുന്നൊരു വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് 1.4K വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ ലൈക്കും അത്യാവശ്യം എല്ലാത്തിനും കൂടുതലുണ്ട്. ഇതിൽ നിങ്ങൾ 10K ലൈക്ക് തരണം, ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ വ്യൂസും വരണം. അപ്പം ഈ വീഡിയോയ്ക്ക് അത്രയും വ്യൂസും ലൈക്സൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത ഇത് ഈ സെയിം കുക്കിങ്ങും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ട് വരാം. അപ്പം നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. പിന്നെ എന്താ കാലത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തേക്ക് നീ മറന്നു പോവാ. എനിക്ക് പെട്ടെന്ന് ആ ഒരു ചിന്ത വന്നില്ല മാഡം. അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ കാണിച്ചു തരാനാ. ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാം. തന്നെ അവിടെ പോയി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്ന് ട്രൈയും ചെയ്തു നോക്ക്. നല്ല ടേസ്റ്റാണ്, കാര്യമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ കേക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയത്. കേക്ക് ഒരു ഓവർ ടൈം ബേക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ടൈം തികഞ്ഞില്ല. ഇപ്പോൾ അത് പുഡിംഗ് പോലെ, ബട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യുക, ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.